നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നും അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്ന ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് 3 പ്രാവശ്യമെങ്കിലും മനസ്സിൽ ആ ഒരു വ്യക്തിയുടെ പേര് ഉരുവിട്ടുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ, കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ബന്ധം പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ രീതിയിലേക്ക് കണക്റ്റഡായി എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷൻ, ആ ഒരു ഫീലിങ്സോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക കമൻറ്റിൽ കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന മനസ്സോടുകൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. 100% അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിൽ മാറ്റം വരും. ബുദ്ധിമുട്ടുന്നവരും മാനസിക വിഷമം അനുഭവിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക, ലൈറ്റ് ഹീലിംഗ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിൽ നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളൊരു ക്ലാരിറ്റി വരുത്തുക കേട്ടോ. നിങ്ങളുടെ റിലേഷൻ്റെ അവസ്ഥ എന്താണ്, പാസ്റ്റ് എന്തായിരുന്നു, ഫ്യൂച്ചർ എങ്ങനെയാകും, ഇതിൻ്റെ ഇടയിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ പ്രസൻസ് ഉണ്ടോ, എന്താണ് നിങ്ങൾക്കടെ കർമ്മ ബേസ്, ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ അനുസരിച്ച്, അതോ ഈ ഒരു ബന്ധത്തിന് വെയിറ്റിംഗ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, ഇതിൻ്റെ ഒരു അവസ്ഥ, ഇത് എന്ത് കണക്ഷനാണ്, ഇതെല്ലാം ക്ലാരിറ്റി വരുത്തുക കേട്ടോ. അതുപോലെ തന്നെ ചാനലിൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻഡിക്കിൾസ്, 4 ഓഫ് പെൻഡിക്കിൾസ്, ദ ഹൈ പ്രീസ്റ്റസ്, 2 ഓഫ് പെൻഡിക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ദ ഡെവൾ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു. ഒരു മാനസിക വിഷമത്തോടു കൂടി അല്ലെങ്കിൽ ഒരു മാനസിക പിരിമുറുക്കത്തോടു കൂടി, വളരെയധികം ഒരു സ്ട്രെസ് എനർജിയോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്ത ടെൻഷൻ ഫീൽ ചെയ്യുന്നു, ഭയം, ഭീതിയൊക്കെ ഫീൽ ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവരെ വല്ലാതെ അവരുടെ ഓർമ്മകളിൽ നിങ്ങളുടെ ചിന്തകൾ അവരെ വല്ലാതെ അലട്ടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എവറി ടൈം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവരൊരു വിഭ്രാന്തിയിലാണ്, ഒരു മാനസിക വിഷമത്തിലാണ്. അതായത് നിങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കാഞ്ഞിട്ടാവാം, നിങ്ങളുടെ ആക്ഷൻ എന്താണെന്ന് ഓർത്തിട്ടാവാം, ഇപ്പം നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ചിന്ത കൊണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ റിലേഷനിൽ നിന്ന് ചിന്തിച്ചിട്ടാവാം, മറ്റേതെങ്കിലും ബന്ധങ്ങളിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആയോ എന്നുള്ളൊരു തോട്ട്സ് കൊണ്ടാവാം, അവരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളുടെ ആ ഒരു ഹാപ്പി മൂമെൻറ്റ്സ് അവർ ചിന്തിക്കുന്ന സമയങ്ങളിലാവാം. വല്ലാത്തൊരു മാനസിക പിരിമുറുക്കമാണ്, ഓവർ തിങ്കിങ് എനർജിയിലൂടെ തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്, മറ്റൊന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചൊന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. മീറ്റപ്പ് എനർജി ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമം അവരനുഭവിക്കുന്നുണ്ട്. അതായത് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ് എങ്കിൽ നിങ്ങളിൽ നിന്നും യാതൊരു ഇൻഫർമേഷൻസും അവർക്ക് കിട്ടാതെ അവർ വല്ലാതെ ഒരു മാനസിക വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ചിന്തിക്കുന്നു, ഇമോഷണലി ചിന്തിക്കുന്നു. ഇമോഷൻസിനാണ് വലിയ പ്രാധാന്യമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് എനർജി ഫീൽ ചെയ്യുന്നു. വല്ലാത്ത ഒരു സ്നേഹം, റെസ്പെക്റ്റ്, അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടി, ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി കണക്റ്റ് ചെയ്യുന്ന നിമിഷങ്ങളാണ് നിങ്ങളുടെ ഓർമ്മകളിൽ അവർക്ക് കണക്റ്റഡ് ആകുന്നത്. നിങ്ങളുടെ ഒരു പ്രഷ്യസ്നെസ്, നിങ്ങൾ എത്രത്തോളം മൂല്യമുള്ളതാണ്, നിങ്ങൾ എത്രത്തോളം ത്യാഗ മനോഭാവമുള്ളതാണ്, ക്ഷമയും കരുണയുമുള്ള വ്യക്തിയായിരുന്നു എന്നെല്ലാം അവർ വല്ലാതെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. അവർക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും മൂല്യമുള്ള ഒരു മൂല്യവത്തായ
ഒന്നായിരുന്നു നിങ്ങളെന്നുള്ള ഒരു തിരിച്ചറിവും കൂടി അവരിൽ വല്ലാതെ കണക്റ്റഡ് ആകുന്നു. ശരിക്കും നിങ്ങളുടെ ആ ഓർമ്മയിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ്, ആഴത്തിലുള്ള ഇമോഷൻസിൽ അവർ മുങ്ങി താണു പോകുന്ന പോലത്തെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ശരിക്കും അവരിപ്പോൾ ഒരു മായാവലയത്തിലാണ്, ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധനത്തിലാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹത്തിൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പ്രസൻസിൽ അവർ മുങ്ങി താഴുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വല്ലാത്തൊരു അഡിക്ഷൻ, അട്രാക്ഷനൊക്കെ നിങ്ങളോട് ആ ഒരു പേഴ്സണ് തോന്നുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇതിനകത്തേക്ക് കണക്റ്റഡ് ആകുമ്പം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യം കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം അവർ വല്ലാതെ ചിന്തിക്കുന്നു. മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്കിടയിൽ വരാൻ പാടില്ലായിരുന്നു എന്ന് അവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നു. ആ ഒരു പ്രസൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു തോട്ട്സ്, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം, ഒരു പക്ഷേ അവർ കാരണമാവാം മൂന്നാമതൊരു സിറ്റുവേഷൻസ് ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആയത്. അത് അവർ കുറ്റബോധത്തോടു കൂടി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് ചില എനർജികളിൽ നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ലീഗൽ പരമായിട്ടോ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസുകളെ നിങ്ങൾക്കിടയിൽ വന്നിരുന്നുവെങ്കിൽ അതും അവർ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, മറ്റുള്ളവരെ ഇതിലേക്ക് ഇടപെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന ഒരു കുറ്റബോധം അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇതിനകത്ത് നിങ്ങളുടെ ബന്ധത്തിൽ ഫാമിലി എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലിയുടെ പ്രസൻസും നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് നോക്കുമ്പം അത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു സപ്പോർട്ട് എനർജിയിലല്ല, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത്, ഒരു ഹെൽത്തി എനർജിയിൽ നിന്നും ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് നിർത്തിയത് ഫാമിലി എനർജിയുടെ ഇൻവോൾവ് ആണ് എന്നുള്ളതും മറ്റുള്ളവർ, അതുപോലെ തന്നെ ഒരു പക്ഷേ പേരൻസിൻ്റെയൊക്കെ ഗൈഡൻസ്, അവരുടെ വാക്കുകൾക്ക് ഇവർ വാല്യൂ കൊടുത്തതിൻ്റെ ഫലമായിട്ടും അല്ലെങ്കിൽ മൂന്നാമത് ചില വ്യക്തികളുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുത്തതായിട്ടുമാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതെല്ലാം ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഒരു ബ്ലോക്കേജ് പോലെ അവരത് ചിന്തിക്കുന്നുണ്ട്. ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണം പുറമേ ഉള്ളവരുടെ പ്രസൻസ് തന്നെയാണ്. നിങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പം വളരെ നല്ല സ്മൂത്തായിട്ടും പോസിറ്റീവായിട്ടും കടന്നുപോയ ബന്ധത്തിൽ മൂന്നാമൻ്റെ അല്ലെങ്കിൽ മറ്റു ഔട്ട്സൈഡ് ഫോഴ്സ് എനർജികളുടെ പ്രസൻസ് കണക്റ്റഡ് ആയതാണ് ഇതിനകത്ത് ഈ പ്രോബ്ലംസുകളെല്ലാം ഉണ്ടാവാനുള്ള കാരണമെന്നതും അവർ വല്ലാതെ ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. അതായത് ഇന്നിപ്പോൾ എലോൺ എനർജിയിൽ ഈ ഒരു വ്യക്തി നിൽക്കേണ്ടി വന്നതിൻ്റെ കാരണം മറ്റുള്ളവരുടെ പ്രസൻസ് തന്നെയാണ്. 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് യാചിച്ചിട്ടുണ്ടാവാം. ഈ വ്യക്തിയുടെ പിന്നാലെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും, അവരെത്ര നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോഴും അപമാനിക്കുമ്പോഴും അവഗണിക്കുമ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു പേഴ്സണെ ഫോളോ ചെയ്തൊരു സമയം ഉണ്ടായിട്ടുണ്ടാവാം. പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങൾ ക്ഷമയോടുകൂടി അവർ പറയുന്നതെല്ലാം കേട്ട് നിന്ന നിമിഷങ്ങളുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളോട് വളരെ മോശമായിട്ടും ഷൗട്ടിങ് എനർജിയോടുകൂടി ദേഷ്യത്തോടു കൂടിയൊക്കെ ഇവർ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടാവാം. അവിടെയെല്ലാം നിങ്ങളൊരു ക്ഷമയോടുകൂടി വളരെ റിലാക്സോടുകൂടി അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം കേട്ട് നിസ്സഹായതയോടുകൂടി നിന്ന നിമിഷങ്ങളുണ്ടാവാം. ഇന്നതെല്ലാം അവർ വല്ലാതെ ആഴത്തിൽ ചിന്തിക്കുന്നു. അവർ പാസ്റ്റിലേക്ക് കടന്നു പോകുമ്പം അവരോട് സ്വയം അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ്. അവരുടെ മനസ്സാക്ഷിയെ അവർ സ്വയം ശപിക്കുക, അല്ലെങ്കിൽ അവരോട് തന്നെ അവർക്കൊരു പുച്ഛം തോന്നുന്നൊരവസ്ഥ, വെറുപ്പ് തോന്നുന്നൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകേണ്ടി വരുന്നു. കാരണം ഇതിനകത്ത് ആവശ്യമില്ലാത്ത ചില ഈഗോയും ആവശ്യമില്ലാത്ത ചില ചിന്തകളും ആവശ്യമില്ലാത്ത ചില സാഹചര്യങ്ങളും എല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വലിച്ചിട്ടു എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ മുറുകെ പിടികൂടുന്നതായിട്ടും അത് അവരെ തന്നെ ഒരു ഫൈറ്റിംഗ് എനർജിയിലേക്ക് സ്വയം അവരും അവരുടെ മനസ്സാക്ഷിയും തമ്മിൽ ഒരു ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, തകർച്ചകൾ സംഭവിക്കുന്നതെല്ലാം അവരുടെ പ്രവൃത്തി ഫലമാണ് എന്നുള്ളതുമെല്ലാം അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഹെൽത്തി എനർജിയിലേക്ക് വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതൊന്നും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്
കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. അവർ കാണിച്ച അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ അവർ ഹൈഡ് ചെയ്തു വെച്ചത്, അല്ലെങ്കിൽ അവർക്ക് ഇമോഷൻസ് അവർ നിങ്ങളോട് പ്രകടിപ്പിക്കാതെ നിങ്ങളിൽ നിന്ന് മാറി അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്നതെല്ലാമാണ്. അവരുടെ മിസ്റ്റേക്കുകൾ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരു പക്ഷേ മൂവ് ഓൺ ചെയ്തുവെങ്കിൽ അതിന് കാരണം. അവർ ചിന്തിക്കുന്ന നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, നിങ്ങൾ മറ്റൊരു പുതിയ തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയി, നിങ്ങൾ വളരെയധികം ഇൻസ്പിറേഷൻ എനർജിയിലാണ്, നിങ്ങളുടെ ജീവിതത്തിലാണ് ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ വിജയത്തെയും നിങ്ങളുടെ സന്തോഷത്തെയും നിങ്ങൾ എക്സ്ട്രാ കണ്ടെത്തിയിരിക്കുന്നു, മറ്റൊരിടത്ത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു തോട്ട്സ് അവരെ വല്ലാതെ പിടികൂടുന്നുണ്ട്. അപ്പോൾ ഇത് നോ കോണ്ടാക്റ്റ് എനർജിയിലൂടെ കടന്നു പോകുന്നവരെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഈഗോയും അവരുടെ ഇമോഷണൽ ഹൈഡിങ് എനർജിയൊക്കെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയതെന്നുള്ളത് അവർ വല്ലാതെ മനസ്സിലാക്കുന്നു, കുറ്റബോധപ്പെടുന്നു. ശരിക്കും അതൊക്കെ അവരോട് ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ശരിക്കും ഇതൊരു ലോങ് ടൈം സക്സസ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു പൂർണ്ണതയുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകേണ്ട ബന്ധമായിരുന്നു. അതായത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടി അല്ലെങ്കിൽ ഡിവൈൻ്റെ കരസ്പർശത്തോടു കൂടി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ബന്ധമായിരുന്നു എന്നത് അവർക്കൊരു ഇൻറ്റ്യൂഷൻ എനർജിയിലൂടെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പൂർണ്ണതയെ അവർക്ക് ഇപ്പം മനസ്സിലാക്കുന്ന, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അവർക്ക് കിട്ടുന്നൊരു ഗൈഡൻസ് ഇത് പ്രപഞ്ച ശക്തിയാലെ കൂട്ടിച്ചേർക്കേണ്ട അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയാലെ കണക്റ്റ് ചെയ്ത ഒരു സോൾ കണക്ഷൻ തന്നെ ആയിരുന്നു എന്നുള്ളത്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്, ഒരു മാര്യേജ് ലൈഫ്, ഒരു സെലിബ്രേഷൻ, അതുപോലെ തന്നെ ഒരു പൂർണ്ണതയുള്ളൊരു ജീവിത സിറ്റുവേഷൻസ് വിധിച്ചിരുന്ന ബന്ധം തന്നെ ആയിരുന്നു എന്നത് അവർക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നു. അവർക്കൊരു ഇൻറ്റ്യൂഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് അവരെ വല്ലാതെ തകർത്ത് കളയുന്നുണ്ട് കേട്ടോ. അതായത് ഒരു നഷ്ടബോധത്തിലാണ് അവർ നിൽക്കുന്നത്. സമയം കഴിഞ്ഞുപോയി എന്നുള്ളൊരു ചിന്തയും അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉണ്ടായ നിമിഷങ്ങൾ, നിങ്ങളോടൊപ്പം ടൈം ചെലവഴിച്ച ആ സിറ്റുവേഷൻസുകൾ, നിങ്ങൾ അവർക്ക് കൊടുത്ത പരിഗണനകൾ, അതെല്ലാം ഇന്ന് അവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയിലൂടെ അവർ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരിക്കും അവർക്ക് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയാണ്, രാത്രികളിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഓരോ കാര്യങ്ങളും അവരിങ്ങനെ റിപ്പീറ്റ് ചിന്തിച്ച് അതായത് നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈം മുതൽ ഈ ഒരു നിമിഷം വരെ കടന്നുപോയ ഓരോ കാര്യങ്ങളും അവരിങ്ങനെ റിപ്പീറ്റ് ചിന്തിച്ച് കൂടുതൽ സ്ട്രെസ് എനർജിയിലേക്ക് മാറുന്നൊരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളും അവരുമായിട്ട് കണക്റ്റഡ് ആയിരുന്നപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ലക്കി ടൈമായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വന്നിരുന്നു. അവർക്ക് ചില വിജയങ്ങളുടെ, അതൊരു പോസിറ്റിവിറ്റിയുടെ ഒരു ടൈം എനർജി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഇമോഷണൽ ബാലൻസ് അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇമോഷണൽ ബാലൻസ്, ചില കാര്യങ്ങളെ വളരെ മെച്യൂരിറ്റിയോട് കൂടി ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസുകളിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ വരെ നിങ്ങളുടെ സ്നേഹവും പ്രസൻസും അവരുടെ പേഴ്സണാലിറ്റീനെ വരെ ചേഞ്ചിങ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അവരുടെ ഒരു വെർത്ത് അറിയാൻ അവർക്ക് സാധിച്ചു. അവരെന്താണ്, അവരെത്രത്തോളം പവർഫുള്ളാണ്, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുണ്ട് എന്നതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ബന്ധമായിരുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെന്നുകൂടി അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ശരിക്കും അവരുടെ ഉറക്കം കെട്ട സമയങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കുറ്റബോധവുമുണ്ട്, നഷ്ടബോധവുമുണ്ട് അവരുടെ മനസ്സിൽ കേട്ടോ. 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി പ്രസൻസ് ആണ് നിങ്ങൾക്കിടയിൽ കൺഫ്യൂഷന് കാരണമായത്. ഒരു പക്ഷേ നിങ്ങൾ വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി സെലിബ്രേറ്റ് എനർജിയിലൂടെ കടന്നു പോയ സമയത്താവാം തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ആ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആയത്. അവിടെ ആ ഒരു പേഴ്സൻ്റെ കൺട്രോളിങ് വിൽ പവർ എനർജിക്കെല്ലാം ലോസ് സംഭവിച്ചു. കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് മാറി. അതായത് അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാണ്, അവരാണ് കറക്റ്റ് എന്നുള്ളൊരു ചിന്ത അവരെ ബാധിച്ചു. അവരെ സംബന്ധിച്ച് അവർക്കൊരു ബ്ലോക്ക്, നിങ്ങളുടെ ബന്ധത്തിലൊരു ബ്ലോക്ക് വന്നത് തേർഡ് പാർട്ടിയുടെ ഒരു റീ എൻട്രി എന്ന് പറയാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു കടന്നുവരവാണ് സംഭവിച്ചതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
ആക്ഷൻ കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ സ്നേഹം, പ്രണയം, ബന്ധം വളരെയധികം ഇൻസ്പിറേഷൻ ആയിരുന്നു. അവരത് മനസ്സിലാക്കുന്നു. ശരിക്കും അവരുടെ ഒരു ആഗ്രഹ സാഫല്യം എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധമെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളോടൊരു അൺകണ്ടീഷണൽ ലവ് എനർജി ഫീൽ ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു മദർ എനർജി പ്രസൻസ്, ഒരു ഒരു മദറിൻ്റെ സപ്പോർട്ട്, സ്നേഹം, സാന്നിധ്യം എല്ലാം ലഭിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും പ്രസൻസും അവർ ഈ ഒരു ഇമോഷണൽ പരമാകുന്ന എനർജിയെ ബേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തത്. അത്രത്തോളം നിഷ്കളങ്കമാകുന്ന ആത്മാർത്ഥത തുളുമ്പുന്ന ഒരു സ്നേഹം തന്നെയായിരുന്നു നിങ്ങളുടേത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്, അവരത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആയിരുന്നു. ഈ വ്യക്തിക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധം ഉള്ള ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നുപോയത്. കൂടാതെ തന്നെ ഒരു ഒരു അൺകണ്ടീഷണൽ ആയിരുന്നു. അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ഒരു പക്ഷേ അവരിലുള്ള പല തെറ്റുകളും പല കുറവുകളും എല്ലാം നിങ്ങൾക്ക് കണ്ണിൽ അതൊന്നും ഒരു പ്രോബ്ലംസോ അല്ലെങ്കിൽ അതൊരു തടസ്സമോ അല്ലെങ്കിൽ അതൊരു ഒരു വിരക്തിക്കോ താല്പര്യക്കുറവിനോ ഒന്നും കാരണമായില്ല. കാരണം അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ അംഗീകരിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. ഒരു മദർ എനർജിയുടെ സാന്നിധ്യം പോലെ തന്നെ അത്ര നിഷ്കളങ്കമായിട്ട് എക്സ്പെക്റ്റേഷൻ ഇല്ലാത്ത ഒരു സ്നേഹം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നൽകിയിരുന്നതായിട്ടും ആ ഒരു പേഴ്സണ് കറൻറ്റ്ലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി, അതായത് ഒരു പക്ഷേ ഇതൊരു സിംഗിൾ എനർജിയിലുള്ളവർക്കൊക്കെ ഒരു വിവാഹത്തിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് വന്നപ്പോഴത്തേനും മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ്, ഒരു തേർഡ് പ്രസൻസും കൂടി ഇതിൽ കണക്റ്റഡ് ആയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അവർക്കൊരു കൺഫ്യൂഷൻ വന്നു, ഏത് നല്ലത് ഏത് ചീത്തയെന്ന്. അപ്പോൾ അവരുടെ ഉള്ളിൽ അവിടെ ഒരു ചേഞ്ചിങ് വന്നു, ഒരു കൺഫ്യൂസ്ഡ് എനർജി വന്നു എന്നത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ അവരൊരു പക്ഷേ തേർഡ് പാർട്ടിയിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം ആ ഒരു തിരിച്ചറിവ് അവരെ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആക്കുന്നു. നിങ്ങളെന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾ എത്രത്തോളം വെറുത്തുള്ള ഒരാളാണ് എന്നൊക്കെ ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അവരൊരു സെക്കൻഡ് ചാൻസ് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിലൊരു സെക്കൻഡ് ചാൻസ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്. തേർഡ് പാർട്ടി പ്രസൻസ് നിൽക്കുന്നുണ്ട് കേട്ടോ അവരുടെ ഇടയിൽ. എന്താണെങ്കിലും തേർഡ് പാർട്ടിയുടെ ഒരു സ്ട്രോങ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളോട് വല്ലാത്ത ഒരു അഡിക്ഷനാണ്. അവരൊറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അവർക്ക് വന്നു ചേരാനും നിങ്ങളോട് വല്ലാത്തൊരു ആഴത്തിലുള്ളൊരു അഡിക്ഷൻ ഫീലിങ്സ് അവരിൽ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വളരെയധികം ഒരു അട്രാക്ഷൻ, ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ നിങ്ങളോട് ആ ഒരു പേഴ്സണ്, ആ വ്യക്തിയുടെ ഒരു എലോൺ എനർജിയിൽ ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ പ്രസൻസ്, സാന്നിധ്യം, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ എന്താണെങ്കിലും ഇതിനകത്ത് തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് കേട്ടോ. അവർ എലോൺ എനർജിയിലല്ല, തേർഡ് പാർട്ടിയുടെ സാന്നിധ്യത്തിലാണ്. അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മെൻ്റൽ ക്ലാരിറ്റി എനർജിയിലാണ്. അവരൊരു ടോക്സിക് സിറ്റുവേഷൻസിൽ നിന്നുമെല്ലാം ഒരു വല്ലാത്തൊരു മെൻ്റൽ ക്ലാരിറ്റി, തിരിച്ചറിവിലേക്ക് അവർ മാറിയിരിക്കുന്നു. കുറച്ച് സ്ട്രോങ് ആയിട്ട് അവർ ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ പതറി നിന്ന പലയിടത്തും അവർ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക്, ഒരു പക്ഷേ ഇത് സിംഗിൾ എനർജിയിലുള്ള വ്യക്തികൾക്കൊരു മാര്യേജിലേക്ക് പോകുന്ന സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ. ഒരു വിവാഹത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, ഒരു പാർട്ട്ണർ എനർജീനെ അവർ പക്ഷെ തേടുന്നു എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ കണ്ടുമുട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണേണ്ടി വരും കേട്ടോ. ഒരു ഒരു പാർട്ട്ണർ, ഒരു സോൾ കണക്ഷൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് അവർ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്. അവരൊരു എലോൺ എനർജിയിൽ നിന്നും അവരൊരു നിരാശയോടുകൂടി പല കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലൊരു സിറ്റുവേഷൻ, എലോൺ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും സിംഗിൾ എനർജിയിലുള്ളവർക്ക് വിവാഹ സമയമായിട്ടുണ്ട്. അവരുടെ സോൾ കണക്ഷന് ഉടനെ കണ്ടെത്താനുള്ള ഒരു ടൈം പീരീഡ് ആകുന്നു. അതല്ല, മാര്യേജ് എനർജിയൊക്കെ കഴിഞ്ഞ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എനർജിയിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ
അവരുടെ സോൾ കണക്ഷൻസുമായിട്ടൊരു റീയൂണിയൻ്റെ ടൈം ആയിരിക്കുന്നു, കൂടിച്ചേരലിൻ്റെ ഒരു ടൈം ആയിരിക്കുന്നു. ഫ്യൂച്ചർ പ്ലാനോട് കൂടിയ ഒരു കൂടിച്ചേരലിൻ്റെ സമയത്താണ് നിൽക്കുന്നത് കറണ്ട് സിറ്റുവേഷൻസ്. എലോൺ എനർജിയിലാണ്, ശരിക്കും ആലോചിക്കുന്നുണ്ട്, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുന്നു, ആലോചിക്കുന്ന എനർജി കാണുന്നുണ്ട്. സങ്കടവും നിരാശയൊക്കെ ഉണ്ട്, നഷ്ടബോധമൊക്കെ വല്ലാതെ ഉണ്ട്. പക്ഷേ എങ്കിലും ജീവിതത്തിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, വീണടുത്ത് നിന്നും വീണ്ടും ഉയർന്നു വരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടൊരു പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നു. അവരുടെ ജീവിതത്തിൽ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുക എന്നൊരു ലക്ഷ്യത്തിലൂടെയാണ് അവർ പോകുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസും കിങ് ഓഫ് സോഴ്സും ആണ് വന്നിരിക്കുന്നത് കേട്ടോ. പവർഫുള്ളായ ഒരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ. പരാജയം അനുഭവിക്കുക, തോറ്റു കൊടുക്കുക എന്നൊരു വ്യക്തിയെ അല്ല. ഏത് സിറ്റുവേഷൻസിൽ, എത്ര മോശം സാഹചര്യത്തിലും തല ഉയർത്തിപ്പിടിച്ച് നിന്ന് കടന്നു പോകാൻ പവർഫുള്ളായ ലേഡി ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ. മസ്കുലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസ് എനർജീനെയും ഫെമിനിയൻ എന്ന് പറഞ്ഞാൽ ലേഡീസ് എനർജീനെയാണ് കേട്ടോ പറയുന്നത്. ഏത് എനർജിയിലാണെങ്കിലും അവർ പവർഫുള്ളായൊരു പേഴ്സണാലിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഉള്ളിലുള്ള നിരാശകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും പുറത്ത് കാണിക്കാതെ ഒരു സ്ട്രോങ് ആയിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ഉടനെ ഒരു ആക്ഷൻ എടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്നതാണ് കറണ്ട് സിറ്റുവേഷൻസ് കാണുന്നത്. ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്.